സാമ്പത്തിക ബാധ്യത എന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണെന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വാൾ സ്വന്തം പടവാളാക്കി മാറ്റിയ ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി, ഫൈനാൻഷ്യൽ എക്സ്പേർട്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പെൻഡാഡ് സെക്യൂരിറ്റി സിഇഒ മിസ്റ്റർ നിഖിൽ ഗോപാലകൃഷ്ണൻ. വെൽക്കം. താങ്ക് യു. നമ്മൾ മലയാളികൾ പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ അച്ചടക്കമില്ലായ്മ ഉണ്ടെന്നൊക്കെ പറയപ്പെടാറുണ്ട്. അത്തരം ഒരു മേഖലയിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്? താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് ദിസ്. ആൻഡ് ശരിക്കും ഡിസിപ്ലിൻ്റെ വിഷയം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്കൊരു മലയാളികൾ മാത്രമല്ല, ഇപ്പോൾ ലോകത്തോളം എല്ലാവർക്കും എനിക്ക് തോന്നുന്ന ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും, എൻ്റെ ഒരു ലാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ പോലെ കിട്ടുന്നതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഫസ്റ്റത്തെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ പലപ്പോഴും നമുക്ക് എത്രയാണോ വരുമാനം കിട്ടുന്നതെന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ബോധ്യം വേണം. എന്നിട്ട് അതിനേക്കാളും കുറച്ച് ജീവിക്കാനായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞാൽ. ഇപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ടാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു എക്സ്പെൻസിലായിരിക്കും. എക്സാക്ട്ലി. ആരെടുക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അവർക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ അയാളുടെ ശമ്പളം ചിലപ്പോൾ ഒരു 10,000-15,000 രൂപ ആയിരിക്കും. അപ്പോൾ അത്രയും കാലം ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ജീവിക്കാനായിട്ട് 3,000 രൂപയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിനേക്കാളും കുറവുണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ അവസരമാണ് ഈ പറഞ്ഞത്, ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഒരു 15,000 രൂപയുടെ അല്ലെങ്കിൽ 20,000 രൂപയുടെ ശമ്പളം ഓഫർ വന്നു കഴിഞ്ഞാൽ പിറ്റേ മാസം തുടങ്ങിയിട്ട് ആ കിട്ടുന്ന പൈസ മൊത്തം അയാൾ തീർത്തിട്ടുണ്ടാവും. അതിന് പകരം ഇനീഷ്യലി തന്നെ തുടങ്ങിയിട്ട് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ ഇനീഷ്യൽ ടൈമിൽ തന്നെ വരേണ്ടത് ഒരു ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും പല ആളുകൾക്കും എന്തിന് ഡിസിപ്ലിൻ എന്നുള്ള ഒരു പ്രശ്നം വരും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കാലത്ത് ഒരു 5 മണിക്ക് എണീക്കണം, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ പലപ്പോഴും നമുക്കിഷ്ടമുള്ളത് ഉറങ്ങാനാണ്, അല്ലേ? അതെ. അപ്പോൾ ആ ഒരു സ്വഭാവം തന്നെ ഈ പൈസയുടെ കാര്യത്തിലും വരും. അപ്പോൾ പൈസ കിട്ടുന്ന ടൈമിൽ നമുക്ക് പലപ്പോഴും നമ്മളത് അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ മറന്നു പോകും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ വല്ലതും വന്നാൽ മതി, അച്ചടക്കം അതിൻ്റെ പേരിൽ അയാൾക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ടാവില്ല, അങ്ങേർക്കൊരു കരുതൽ നിധി ഉണ്ടാവില്ല. അപ്പോൾ കടമാകേണ്ടി വരും. പിന്നെ അടുത്ത മാസം തൊട്ട് EMI അടയ്ക്കുമ്പോൾ ഇൻകം കുറയും, പിന്നെ ചിലവ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് താളം തെറ്റാനായിട്ട് ഞാൻ ചെറുതായിട്ട് പറഞ്ഞതാണ്, ഇനി പറയാം. അത് ആക്ച്വലി ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് കൂടെ തോന്നിയിട്ടുണ്ടോ? അല്ലേ? ചിലപ്പോൾ സോഷ്യൽ കണ്ടീഷൻ ആയിരിക്കും. പക്ഷേ അതിനേക്കാളുപരി നമുക്ക് എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ ഡിസിപ്ലിൻ വേണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി തിയറിറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആൾ നന്നാവണം, പിന്നെ കുടുംബം നന്നാവണം, പിന്നെ സൊസൈറ്റി നന്നാവണമല്ലോ. എന്നിട്ട് നമ്മളിപ്പോൾ ഇനി നേരെ പോയിട്ട് ഉൾട്ടായിട്ട് സൊസൈറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവനവൻ തന്നെ ഇപ്പോൾ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ വിളിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ 2-3 വർഷമായിട്ടൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ആ ടൈമിലൊന്നും വിളിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കാണണം, അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ടച്ചിങ് ആയിട്ടുള്ള ആരെങ്കിലും അസുഖം വരണം, അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നം വരണം, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവണം, കുട്ടി ഉണ്ടാവുന്ന ഒരു തോന്നലുണ്ടാവണം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പൈസ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും അവരെ ശരിക്കും ടച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യണത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പണ്ട് പറഞ്ഞ മാതിരിയാണ്, മൂഡിന് തീ പിടിക്കണം. ആ തീ ഇല്ലാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും വിഷയം. അപ്പോൾ നമ്മൾ സൊസൈറ്റിനെ കുറ്റം പറയും, പിന്നെ പേരൻസിനെ കുറ്റം പറയും, അവർ വിദ്യാഭ്യാസം നമുക്ക് മണി എഡ്യൂക്കേഷൻ തന്നിട്ടില്ലാന്ന്, പിന്നെ ടീച്ചേഴ്സിനെ കുറ്റം പറയും. അവർക്ക് എന്ത് കാര്യമുണ്ട്, അവനവൻ പഠിച്ചാൽ പോരെ. സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് അത്തരം ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റിനെ കുറിച്ചോ ഉള്ള ഒരു പാഠ്യ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ. വളരെ ഒരു ബേസിക് നീഡിൽ പെടുന്ന ഒരു കാര്യമാണല്ലോ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സോ അത്തരം ഒരു സ്റ്റെബിലിറ്റി നമുക്ക് നേടിയെടുക്കാനായിട്ട് ഇത്തരം ഒരു സ്കൂൾ കാലഘട്ടം മുതലേ അല്ലെങ്കിൽ ഒരു പ്രൈമറി കാലഘട്ടം മുതലേ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ളത് അഭിപ്രായമുണ്ടോ അത്തരത്തിലെങ്കിൽ? നല്ലതാണ് അതൊക്കെ. ഇപ്പോൾ ശരിക്കും ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഒരു സെൻറ്റ് ആൻസ് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു സ്കൂളാണ്. അവിടെ മോറൽ സയൻസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ അതുകൂടാണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറുണ്ണേക്കാളും മുന്നേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 സാധനം ഉള്ളതിൻ്റെ പേരിൽ എനിക്കൊക്കെ ഇപ്പോഴും എന്തെങ്കിലും ഒരു അൺഎത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരും സിസ്റ്റേഴ്സ് പറഞ്ഞ കാര്യം. ഞാൻ സത്യാവസ്ഥ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കും, എൻ്റെ ഇപ്പോഴും ഞങ്ങൾ സ്കൂൾ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവിടെ ആരും അത്ര കുരുത്തം കെട്ടവന്മാരൊന്നുമില്ല. കുറുമ്പന്മാരുണ്ട്, പക്ഷേ മറ്റുള്ള തല്ലുടി അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. അത് കാരണം എനിക്ക് തോന്നുന്ന മോറൽ സയൻസ് ഉണ്ട് അതിൻ്റെ പേരില്ല. ഈ മോറൽ സയൻസിലൊക്കെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. എനിക്ക് ഓർമ്മയുണ്ട്, 5ാം ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിപ്പിച്ചു തന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ,
നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന ടൈമിൽ ഒരാൾക്ക് സ്വർഗ്ഗരാജ്യം കിട്ടിയില്ല അത്രേ. അപ്പോൾ അതിൻ്റെ കാരണം വെച്ചാൽ അയാളോട് തുന്നൽക്കാരനായിരുന്നു. അപ്പോൾ അയാൾ അവസാനത്തെ നൂലുണ്ടല്ലോ അത് കളയും. അപ്പോൾ അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ കയറ്റിയില്ല ദൈവം. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ നീ അത്രയും വേസ്റ്റ് ആക്കണ്ടല്ലോ, അതിൻ്റെ പേരിൽ നിനക്ക് സ്വർഗത്തിൽ ഇതിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി ഭക്ഷണം കളയാൻ പാടില്ല, അതിൻ്റെ പേരിൽ ആണ് ഇത് വന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അപ്പോൾ ചോറ് മൊത്തം തിന്നിട്ട് പാത്രം കഴുകുള്ളൂ. അപ്പോൾ ഈ സാധനം തന്നെയല്ലേ മണി മാനേജ്മെൻറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവൻ ഇനി സ്കൂളിൽ പറയണമെന്നുണ്ടെങ്കിൽ ഐ ലവ് മാത്സ്. ഓക്കെ, എനിക്ക് അന്ന് തുടങ്ങിയിട്ട് എനിക്ക് മാത്സ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേ ഒരു ബുദ്ധിയില്ല, മണ്ടനായിരുന്നു, പക്ഷേ കണക്കറിയായിരുന്നു, അത്രേ ഉള്ളൂ. ഞാൻ സബ്ജക്റ്റിൽ എല്ലാത്തിലും പാസ്സായി കഴിഞ്ഞാലും, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും പാസ്സായി കഴിഞ്ഞാലും സ്റ്റാർ കിട്ടുമായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ 5ാം ക്ലാസ് തുടങ്ങിയിട്ട് 10ാം ക്ലാസ് വരെ ഒരു പ്രാവശ്യം പോലും സ്റ്റാർ കിട്ടാതെ. ഒരു പ്രാവശ്യം എനിക്ക് ഇംഗ്ലീഷിൽ എല്ലാത്തിലും പാസ്സായി, മലയാളത്തിൽ ഞാൻ തോറ്റു. അപ്പോൾ അങ്ങനെ എനിക്ക് സ്റ്റാർ പോയിട്ടുണ്ട്. പക്ഷേ മാത്സിൽ ഇപ്പോഴും നല്ല മാർക്കുണ്ട്. ഞാൻ ഈ മാത്സിൻ്റെ കാര്യം പറഞ്ഞ കാര്യത്തുള്ളൂ. മാത്സിൽ നമ്മൾ പേഴ്സൻറ്റേജ് പഠിക്കുന്നുണ്ട്, കൂട്ടാനും കുറയ്ക്കാനും പഠിക്കുന്നുണ്ട്. പേഴ്സൻറ്റേജ് പഠിക്കുമ്പോൾ തന്നെ സാധാരണ പേഴ്സൻറ്റേജും പഠിക്കുന്നുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പഠിക്കുന്നുണ്ട്. ഈ പിന്നെ ടൈം വാല്യൂ ഓഫ് മണി പഠിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ്, ഇത് ഫ്യൂച്ചറിൽ എത്രയാകുമ്പോൾ എത്ര വരുന്നുള്ളത് നമ്മൾ മാത്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. ഇത്രയേ ഉള്ളൂ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് പറയാണ് എൻ്റെ കുട്ടിയുടെ എഡ്യൂക്കേഷന് എനിക്ക് ഇന്നത്തെ കാലത്ത് ഒരു 15 ലക്ഷം രൂപ വേണമെന്ന് പറയണം. എൻ്റെ കൊച്ചിപ്പോൾ ജനിച്ചിട്ടുള്ളൂ, നിങ്ങൾ കണ്ടല്ലേ കൊച്ച്, രണ്ടാമത്തെ കൊച്ചിൻ്റെ മൂത്തതിൻ്റെ പോട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഇനി 17 വർഷം കിടക്കുക. ഇന്നത്തെ 25 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം എഡ്യൂക്കേഷൻ വേണ്ടത് ഇനി അടുത്ത 17 വർഷത്തിൽ എനിക്ക് മിനിമം അത് 3 ടൈംസ് ആയിട്ടുണ്ടാവും. ആ 3 ടൈംസ് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്യേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞ 8ാം ക്ലാസ്സിൽ പഠിച്ച മാത്സ് അല്ലേ? അതെ അതെ, എക്സാക്ട്ലി. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇല്ലാത്ത കാര്യം വെച്ചാൽ ഇത് എന്തിനാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാധനം ഇല്ലാത്തൊരു മിസ്സിങ് മാത്രമേ ഉള്ളൂ. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കരിക്കുലം തന്നെ മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ചും കൂടി ഒന്ന് കേസ് സ്റ്റഡി ബേസ്ഡ് ആണ് അത്രേ ഉള്ളൂ. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നൊക്കെ പറഞ്ഞ ബുക്ക് എഴുതിയ റോബർട്ട് കിയോസാക്കി അദ്ദേഹം പറഞ്ഞ പോലെ, ഇപ്പോൾ അദ്ദേഹം വലിയൊരു ബില്യനറും കൂടെ ആണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ ഡോണ്ട് വർക്ക് ഫോർ മണി, ലെറ്റ് യുവർ മണി വർക്ക് ഫോർ യു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ? ഈ പറഞ്ഞ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഒരു ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ? അപ്പോൾ അത് നമ്മൾ എങ്ങനെ അത് എനിക്ക് തോന്നുന്നു ആ കണ്ടെത്തലാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് പ്രാക്ടിക്കലി അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും അത് വളരെ പോസിബിൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഓതേഴ്സൊക്കെ റിച്ച് ഡാഡ് പുവർ ഡാഡ് ഇതെല്ലാത്തിൻ്റെയും ഈവൻ പണ്ടത്തെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ബ്യൂട്ടിഫുൾ ബുക്ക്, ഓക്കെ, നെപ്പോളിയൻ ഹിൽൻ്റെ. അപ്പോൾ അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഈവൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് വരെ എത്തി നിൽക്കുന്ന ടൈമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാത്തിലും പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ ഫസ്റ്റത്തെ കാര്യം അതിൽ പറഞ്ഞിരിക്കുന്ന മൈൻഡ് സെറ്റാണ്. ഈ പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും എല്ലാത്തിനേക്കാളും ഒരു മൈൻഡ് സെറ്റ്, ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ഉണ്ടെന്നല്ലേ? ശരിക്കും അത് ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പല രീതിയിലുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മളെല്ലാം ചില ആൾക്കാർ തുടങ്ങുന്നത് 0 എന്നായിരിക്കും, ചില ആൾക്കാർ തുടങ്ങുന്നത് വീട്ടിൽ കടമൊക്കെ നെഗറ്റീവ് എന്നായിരിക്കും, ചില ആൾക്കാർ തുടങ്ങുന്നത് കുറച്ച് കയ്യിൽ വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാവരുടെയും ജേണി വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ മിക്കതും 0 എന്നാണ് തുടങ്ങുന്നത്. മിക്കവർക്കും കുടുംബത്തിൻ്റെ ബാധ്യത ഒന്നുമില്ല. ഇപ്പം എൻ്റെ അച്ഛൻ്റെ കാലത്ത് അവർക്ക് കുടുംബത്തിൻ്റെ ബാധ്യത ഉണ്ടായിരുന്നു. ഇവൻ നമ്മൾ കാണുന്ന ഈ നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ പറഞ്ഞ 0 എന്നല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ബാലൻസ് എന്ന് വേണമെങ്കിൽ നെഗറ്റീവ് ബാലൻസ് ചിലവർക്കുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് അതില്ല. അത് ഭയങ്കര ഒരു ഭാഗ്യമാണത്. യെസ്, അങ്ങനെ എക്സാക്ട്ലി, അതൊരു പ്രിവിലേജ് ആണ്.